ഹലോ എവ്രി വൺ, മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ സിലബസ് എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിലബസ് പ്രകാരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വിശകലനം ചെയ്ത് ചിട്ടയോടുള്ള പഠനം ആരംഭിക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സിലബസിനെ പറ്റി ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പരീക്ഷാ തീയതിയൊക്കെ വന്നിരിക്കുകയാണ്. ഒക്ടോബറിലും ഡിസംബറിലും ഇടയിലാണ് പരീക്ഷാ തീയതി വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നവരെല്ലാവരും കറക്റ്റ് കാറ്റഗറി നമ്പറുകളെല്ലാം നോക്കി അപ്ലൈ ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. എല്ലാവരും കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്ത് ആ സിലബസ് പ്രകാരം PYQs എല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം അനാലിസ് ചെയ്ത് ആ PYQസും വെച്ച് സിലബസും നമുക്ക് രണ്ടും വേണം അല്ലേ. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് സിലബസ് വേണം. പിന്നെ ആ ഒരു പരീക്ഷയ്ക്ക് മുന്നേ PSC ചോദിച്ച കുറച്ച് ചോദ്യപേപ്പറുകൾ വേണം, ഏത് മോഡലിലാണ് ചോദിച്ചേക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട്. അപ്പോൾ ചോദ്യപേപ്പറുകളും അതുപോലെ സിലബസും വെച്ച് വിശകലനം ചെയ്തതിന് ശേഷം നമ്മൾ ചിട്ടയോടെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ മാസ്റ്റർ കീയുടെ പുതിയ ക്ലാസ് ആരംഭിക്കുകയാണ്. ജനുവരി 22 മുതൽ പുതിയൊരു ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ മാസ്റ്റർ കീയുടെ ക്ലാസ്സസിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ലൈവ് സെഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. എല്ലാം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓരോ ക്ലാസ്സിനും ശേഷം അതാത് ക്ലാസ്സിൻ്റെ PDF നോട്ട്, നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള PDF നോട്ടുകളും സ്റ്റഡി പ്ലാൻ, നമുക്ക് ടൈം ടേബിൾ ഉണ്ടായിരിക്കും, ഒരു ഡെയിലി ആൻഡ് വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. അത് പ്രകാരം ഡെയിലി എക്സാമുകൾ ഉണ്ടാകും, വീക്ക്ലി എക്സാമുകൾ, പിന്നെ മന്ത്ലി എക്സാമുകൾ. അപ്പോൾ റിവിഷനും നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ കൂടെ പോകുന്നുണ്ടായിരിക്കും. പിന്നെ ലൈവായിട്ടുള്ള ഫാക്കൽറ്റി ലൈവായിട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് വഴി എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ മുന്നേ ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുകൂടാതെ മോഡൽ എക്സാം, നമുക്ക് എക്സാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ നിങ്ങളെ അത്രയും MCQ ചെയ്ത് നിങ്ങൾ അത്രയും വെൽ എക്യുപ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണമാണ് മാസ്റ്റർ കീയിൽ അത്രയും റിസൾട്ട് ഇപ്പം നമ്മൾ കാണുന്നുണ്ടാവും അല്ലേ. എല്ലാ എക്സാംസിനും അത്രയും റിസൾട്ട് ഉണ്ടാവുന്നതിനും കാരണം MCQs ഒക്കെ അത്രയും ചെയ്ത് നിങ്ങൾ എക്യുപ്ഡ് ആക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്രമാത്രം ഡെയിലി എക്സാംസും വീക്ക്ലി എക്സാംസും മന്ത്ലി എക്സാമും പിന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസും പ്രൊവൈഡ് ചെയ്തായിരിക്കും നിങ്ങൾക്കുള്ള സ്റ്റഡി ക്രൈറ്റീരിയ തരുന്നത്. ഓക്കെ, അപ്പോൾ 24 അവേഴ്സും മെൻറ്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കമ്പൈൻ സ്റ്റഡിയും അതുപോലെ ഡൗട്ട് ക്ലിയറൻസും മെൻറ്റർ, നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ അതൊക്കെ അന്വേഷിക്കാനായിട്ട് നിങ്ങൾക്ക് മെൻറ്റേഴ്സും ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് സിലബസിനെ പറ്റി നോക്കിയാലോ. യെസ്, അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. സിലബസിൽ ആദ്യം തന്നെ പറയുന്നത് ആനിമൽ ഹസ്ബൻഡ്രീനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ടു ആനിമൽ ഹസ്ബൻഡ്രിയിൽ വരുന്നത് ലൈഫ് സ്റ്റോക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, കറൻറ്റ് പോപ്പുലേഷൻ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡേറ്റ വേണം. പിന്നെ ലൈഫ് സ്റ്റോക്ക് സെക്ടറിനെ പറ്റി അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്. പിന്നെ നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ടെർമിനോളജീസ് ഒക്കെ പഠിക്കണം അല്ലേ. നമ്മുടെ ആനിമൽ ഹസ്ബൻഡ്രിയുടെ ഒക്കെ ഒരു കോമൺ ടെർമിനോളജീസ്. അപ്പോൾ അതാത് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ തരുന്നുണ്ടാവും. നമ്മൾ അതിൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ VHSCയുടെയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് വെറ്റിനറി സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്സിൽ നിന്നായിരിക്കും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെർമിനോളജീസ് പഠിക്കണം. ഫാമിംഗ് സിസ്റ്റംസിനെ പറ്റി പറയണം. പിന്നെ ആനിമൽ റെയറിങ്, ബേർഡ് റെയറിങ്, ഇതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയണം. പിന്നെ ലൈഫ് സ്റ്റോക്കിൻ്റെ ബ്രീഡുകൾ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ, കറക്റ്റ് ഡെഫിനിഷൻ ആസ് പെർ ദ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ആസ് പെർ ദ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ വേണം. ബ്രീഡുകളുടെ കാറ്റഗറീസ് കമ്പാരിസൺ വേണം. ഇന്ത്യനും നമുക്കറിയാം ഓരോന്നിനും, ഇപ്പോൾ കാറ്റിലിനായിക്കോട്ടെ പിഗിനായിക്കോട്ടെ എല്ലാത്തിനും ഇന്ത്യൻ ബ്രീഡും ഉണ്ടാവും, എക്സോട്ടിക് ബ്രീഡും ഉണ്ടാവും. അത് തമ്മിലുള്ള ഡിഫറൻസസിൽ നിന്നെല്ലാം നിറയെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം കാറ്റിലിൻ്റെ ബ്രീഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് ഓരോ ബ്രീഡിൻ്റെ പേര് വരെ പറയുന്നുണ്ട്. അപ്പം ആ ബ്രീഡിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതെല്ലാം നമ്മുടെ VHSC ടെക്സ്റ്റ് ബുക്കിലും അതായത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലും ഉള്ളതാണ്. ഓക്കെ, പിന്നെ ബഫലോയുടെ ബ്രീഡുകൾ, ഗോട്ടിൻ്റെയും ഷീപ്പിൻ്റെയും ബ്രീഡുകൾ, പിഗിൻ്റെ ബ്രീഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ചിക്കൻ്റെ ബ്രീഡ് പഠിക്കാനുണ്ട്. ഇനി ആനിമലിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും ഏജ് ഡിറ്റർമിനേഷനും, എങ്ങനെ നമ്മൾ ആനിമലിനെ ഐഡൻറ്റിഫൈ ചെയ്യും അതിന് വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ പഠിക്കാനുണ്ട്. ഏജ് എങ്ങനെയാണ്, നമ്മളൊരു ആനിമലിൻ്റെ ഏജ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അത് പഠിക്കാനുണ്ട്. പിന്നെ ആനിമലിനെ റീസ്ട്രെയിൻ ചെയ്യുന്നത്, ഓക്കെ, അതിൻ്റെയൊക്കെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്താണ്. എങ്ങനെ ആനിമലിനെ അപ്രോച്ച് ചെയ്യണം, നമ്മളൊരു ആനിമലിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ മെത്തേഡുകളിൽ പല മെത്തേഡുണ്ട് കേട്ടോ ആനിമലിനെ കൺട്രോൾ ചെയ്യാനും റീസ്ട്രെയിൻ ചെയ്യാനുമെല്ലാം. അതിനെല്ലാം പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്.
പിന്നെ നമുക്കറിയാം അനാറ്റമി ഫിസിയോളജി ഈ ഓരോ ആനിമലിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ സിസ്റ്റം വൈസ് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ബോഡി പാർട്സ് അത് വിത്ത് പിക്ചർ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും മനസ്സിലാക്കി പഠിക്കണം അല്ലേ. ഇപ്പോൾ ഒന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, ഇപ്പോൾ എല്ലാ എക്സാംസിനും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ മഗപ്പ് ചെയ്താൽ നമുക്ക് അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനോ PSC റാങ്ക് ലിസ്റ്റിൽ ഒരു ഇടം നേടാനോ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു അനാറ്റമി ഇങ്ങനത്തെ സയൻസ് സബ്ജക്ട്സ് പഠിക്കുമ്പോൾ നമ്മൾ ടേബിൾസിലൂടെയും ഫ്ലൂ ചാർട്ട്സിലൂടെയും അതുപോലെ പിക്ചേഴ്സിലൂടെയും പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നമ്മൾ പഠിക്കുന്ന കാര്യം മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓർത്ത് എഴുതാനും സാധിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഫുൾ പിക്ചേഴ്സിലൂടെ അനാറ്റമി ഫിസിയോളജി എല്ലാ ആനിമൽസിൻ്റെയും അവരുടെ ബോഡി പാർട്സ് പിന്നെ ഓരോ ഫിസിയോളജിക്കൽ വാല്യൂസ് എല്ലാം കറക്റ്റ് ടേബിൾ ആസ് പെർ ദ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, എല്ലാ ഫിസിയോളജിക്കൽ വാല്യൂസ് പഠിക്കാനുണ്ട്. പിന്നെ ഓരോ ബോഡി പാർട്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അനാറ്റമി ഇൻ ഡെപ്തിൽ തന്നെ ഓരോ ആനിമലിൻ്റെയും കാറ്റിലിൻ്റെ ഉണ്ട്. പിന്നെ ഓരോ അതിൽ കാറ്റിലിൻ്റെ തന്നെ ഓരോ അനാറ്റമിയിലെ ഓരോ സിസ്റ്റം വൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് ലൈഫ് സ്റ്റോക്കിൻ്റെ റെയറിങ്ങും ഹൗസിങ്ങും. അപ്പോൾ എങ്ങനെയാണ് ഒരു ലൈഫ് സ്റ്റോക്ക് ഫാം നമ്മൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം? അപ്പോൾ ഈ കാറ്റിലിൻ്റെ റെയറിങ് എന്തൊക്കെ സിസ്റ്റംസ് ആണുള്ളത്, കാറ്റിലിൻ്റെ മാത്രമല്ല പൗൾട്രിയുടെ അതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഒരു ഫാമിൽ വരുന്ന വേസ്റ്റ് അതെങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുക, എങ്ങനെ കളക്ട് ചെയ്യുന്നു, എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു, ബയോഗ്യാസ് പ്ലാന്റ് എന്താണ്, ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വന്നതാണ്. അതുപോലെ ഗോട്ടിൻ്റെ കാര്യവും പറയാനുണ്ട്. ഗോട്ട് റെയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, അവരെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം, എങ്ങനെയാണ് പല ഏജ് ഗ്രൂപ്പിലുള്ള ഗോട്ട് ഉണ്ടാവും അവരെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബ്രീഡ് ചെയ്യേണ്ടത്. പിന്നെ ഡിസീസസ് വരുമ്പം അവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, അപ്പോൾ ആ ഡിസീസസിൻ്റെ വിത്ത് നെയിം വരെ അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പോൾ എല്ലാവരും സിലബസ് ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ ലാപ്പിലും മൊബൈലിലും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിലൊരു ഹാർഡ് കോപ്പി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് പഠിക്കുന്ന ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ആദ്യം ഒരു പെന്ന് വെച്ച് അണ്ടർലൈൻ ചെയ്യാൻ പറയും നമ്മൾ. അതിനുശേഷം നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ എത്രത്തോളം സിലബസ് കംപ്ലീഷൻ അല്ല നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ സിലബസ് കംപ്ലീഷൻ ഉണ്ട്, നമ്മൾ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങൾ തറോ ആയിട്ട് അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചോദിച്ചാലും അത് തെറ്റിക്കാത്ത രീതിയിൽ അത്ര തറോ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ കാണാതെ പഠിച്ചിട്ട് ഇനി ഒരിക്കലും ഇപ്പോഴത്തെ PSCയുടെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. കാരണം അസേർഷൻ റീസണിങ് ഉണ്ട്, അതുപോലെ നിറയെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഉള്ള റീസെൻ്റ്ലി നടക്കുന്ന എല്ലാ എക്സാംസിലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പഠിക്കുന്നത് അത്രയും നമ്മളിപ്പോൾ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നമ്മൾ എപ്പോഴും പറയും നമ്മൾ എന്ത് പഠിക്കുന്നോ ആ പഠിച്ചതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് നമ്മൾ ഇന്നൊരു ക്ലാസ് പഠിച്ചു, ആ ക്ലാസ് കണ്ടു പഠിച്ചതിന് ശേഷം നോട്ടൊക്കെ എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ മുന്നിൽ സമയമുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന രീതി തന്നെ മാറും. നമ്മളൊരു ക്വസ്റ്റ്യൻ മേക്കറിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്കിപ്പോൾ എത്രയാണോ നിങ്ങളിപ്പോൾ നോർമലി സ്കോർ ചെയ്യുന്നത് അതിൽ നിന്നൊരു +10 കിട്ടും. അപ്പോൾ അത് ഷുവറായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സെൽഫായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ, 2 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അസേർഷൻ റീസണിങ് സ്വന്തമായിട്ട് പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ഡെയിലി ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ അവരുടെ മാർക്കിൽ ഡിഫറൻസ് വന്നിട്ടുമുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പൗൾട്രി, നമ്മൾ കാറ്റിലിൻ്റെ പറഞ്ഞു, ഗോട്ടിൻ്റെ പറഞ്ഞു. ഇനി പൗൾട്രിയുടെ അനാറ്റമി ഫിസിയോളജി ഓരോ സിസ്റ്റം വൈസ് ഡൈജസ്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ്, റെസ്പിറേറ്ററി സിസ്റ്റം, പിന്നെ എഗ് ഫോർമേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങളെല്ലാം പഠിച്ച കാര്യങ്ങളായിരിക്കും. ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മതിയാകും. മോൾട്ടിങ്, ബ്ലീച്ചിങ്, എഗ് ഫോർമേഷൻ ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ ആനിമൽസിൻ്റെ ബ്രീഡിംഗ് പഠിക്കണം, അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ, എങ്ങനെയാണ് ബ്രീഡിംഗ് നടക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പഠിക്കണം. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വന്ന PYQs നോക്കണം. അപ്പോൾ നമ്മുടെ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം എടുത്തു വെച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ പറ്റിയാൽ പ്രിൻ്റ് ഔട്ട് തന്നെ എടുത്ത് വെക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ എന്തായാലും നമ്മുടെ പഠനത്തിന് സഹായിക്കും.
അടുത്ത പ്രഗ്നൻസിയെ പറ്റി, പാർച്ചുറേഷനെ പറ്റി, അതായത് ചൈൽഡ് ബർത്തിനെ പറ്റിയും, എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി, ഇൻഫെർട്ടിലിറ്റി ഇൻ കാറ്റിൽ, അതിൻ്റെ കാരണങ്ങൾ, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ളതെല്ലാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകളായതുകൊണ്ട് ഇനി സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ സാധിക്കും. ഇതുവരെയുള്ള മുൻ ചോദ്യ പേപ്പറുകളിൽ കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, പക്ഷേ ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ചോദിക്കാം. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റിൽ 4ഉം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും ഡെപ്തിലുള്ള പഠനം തന്നെ ഇനി വേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സമയമുണ്ട്, ആവശ്യത്തിലധികം സമയം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം നല്ല രീതിയിൽ ചിട്ടയോടെ ഡെപ്തിൽ ഇറങ്ങിച്ചെന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ ഇനിയുള്ള PSC എക്സാമുകളിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും റാങ്ക് ലിസ്റ്റിൽ ഒരു ഇടം നേടാനും സാധിക്കുകയുള്ളൂ. അടുത്ത കാറ്റലിൻ്റെ കെയറിങ് മാനേജ്മെൻറ്റ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ക്ലൈമറ്റ് എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത് അവരുടെ റീപ്ലേസ്മെൻറ്റ്, അതുപോലെ ഫീഡിങ്ങിനെ പറ്റി അവരുടെ ഡീറ്റെയിൽ ആയിട്ട് ഫീഡിങ്ങിന്, ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഡയറി ഫാം ഇൻസ്പെക്ടറിൽ പഠിച്ച കാര്യങ്ങളുണ്ട്, അത് എഴുതിയവരാണെങ്കിൽ. പിന്നെ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിൽ വെറ്റിനറി സയൻസിൽ വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ബാക്കി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ മുന്നേ എഴുതിയവർക്കാണെങ്കിൽ എല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഫീഡിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെ വേണം, എന്തൊക്കെ ന്യൂട്രീഷൻസ് വേണം, എന്തൊക്കെയാണ് BIS സ്പെസിഫിക്കേഷൻസ്, നമ്മൾ അതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ റഫേജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട്, അതും ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്നതാണ് കേട്ടോ. റഫേജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഒരു ജനറൽ ആയിട്ട് നമ്മൾ ഹെൽത്ത് കെയറിനെ പറ്റി, എന്താണ് ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ, എന്താണ് ഡിസീസിൻ്റെ ഡെഫിനിഷൻ, എന്താണ്, എന്തൊക്കെയാണ് നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസം, പിന്നെ ആനിമൽസിന് പൊതുവേ വരുന്ന കോമൺ അസുഖങ്ങൾ എന്തൊക്കെയാണ്, നമ്മളതിൽ എങ്ങനെയാണ് നമ്മളത് കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മളത് വാക്സിനേഷൻ ചെയ്യുന്നു, എങ്ങനെ അവരെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു ഡെഡ് ആനിമലിനെ. പിന്നെ നമ്മൾ പിഗിൻ്റെ കേസിൽ സ്വൈൻ ഹസ്ബൻഡറി, അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. പിഗ് ഫാമിങ്ങിനെ പറ്റിയും അവരുടെ ഹൗസിംഗ് റിക്വയർമെൻറ്റ്സിനെ പറ്റിയും, ഓരോ ഏജിലുള്ള പിഗിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, അപ്പോൾ നമ്മൾ പിഗിൻ്റെ ബോർ എന്താ, ഗിൽറ്റ് എന്താ, സോ എന്താ, അപ്പോൾ ഓരോ ഇതിനെ പറ്റിയും നമ്മൾ പഠിക്കാനുണ്ട്. അവരെല്ലാത്തിനെയും നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് പിഗിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ പൗൾട്രിയെ പറ്റി നമ്മൾ സ്വൈനെ മാത്രമല്ല, പൗൾട്രി പഠിക്കണം, കാറ്റിൽ പഠിക്കണം, ഗോട്ട് പഠിക്കണം. അപ്പോൾ പൗൾട്രീൻ്റെ ഇൻ ഡെപ്തിൽ പൗൾട്രീനെ പറ്റി എല്ലാം, പൗൾട്രിയുടെ റിലേറ്റഡ് ടേംസ്, അവരുടെ സയൻറ്റിഫിക് നെയിം, ഇതെല്ലാം സയൻറ്റിഫിക് നെയിം അത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സിലബസിൽ എന്തെല്ലാം നമ്മൾ പഠിക്കണം എന്നുള്ളത് വേഗമായിട്ടല്ല, അത്ര ഡെപ്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഓരോരോ കാര്യങ്ങൾ പഠിച്ച് മാർക്ക് ചെയ്ത് മനസ്സിലാക്കി അത് റിവിഷൻ നടത്തി. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പുതിയൊരു കാര്യം പഠിക്കുന്നതിലല്ല, മുന്നേ പഠിച്ച കാര്യം റിവിഷൻ നടത്തുന്നതിലാണ്. റിവിഷൻ നടത്തി അത് തറവാക്കിയതിന് ശേഷം മാത്രം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. റിവിഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ പൗൾട്രി ഇൻഡസ്ട്രിയിലെ ട്രെൻഡുകൾ, മെറിറ്റ്, ഡീമെറിറ്റുകളൊക്കെ പഠിക്കണം. അതുപോലെ ഫീഡിങ് ഇവരുടേത്, നമ്മുടെ കാറ്റിലിൻ്റെ മാത്രമല്ല പൗൾട്രിയുടെ ഫീഡിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നു, എന്താണ് BIS സ്പെസിഫിക്കേഷനുകൾ എന്നെല്ലാം പഠിക്കണം. ഫീഡിൽ നമ്മൾ അഡിറ്റീവ്സ് ചേർക്കുന്നുണ്ടോ, എന്താണ് വാട്ടറേഴ്സ്, എന്താണ് ഫീഡേഴ്സ്, ഇതെല്ലാം എന്താണ് ഗ്രോയർ, ലെയർ, ബ്രോയിലർ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫീഡുകൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ നമ്മളെല്ലാ സ്വൈൻ്റെയും കാറ്റിലിൻ്റെയും മാനേജ് ചെയ്യുന്ന പോലെ ഗൂട്ടിൻ്റെ പഠിച്ചു. അതുപോലെ ചിക്കൻ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ഓരോ ചിക്കനെയും ഗ്രോയറും ലെയർ, അത് ഓരോ കാറ്റഗറി ഉണ്ടല്ലേ അവരുടെ. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരെ, ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ചിക്കനെയും നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെയാണ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് എന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എഗ്ഗിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. എഗ്ഗിൻ്റെ സ്ട്രക്ചർ, എന്താണ് അബ്നോർമൽ എഗ്ഗ് എന്നുള്ളത്, കാൻഡ്ലിംഗ് ആൻഡ് ഗ്രേഡിംഗ് ഓഫ് എഗ്ഗ്, ഇൻക്യുബേഷനെ പറ്റി, പിന്നെ ഹാച്ചറി ഓപ്പറേഷൻസ്. അപ്പോൾ എഗ്ഗിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വളരെ ഡെപ്തിൽ നമ്മൾ പഠിക്കണം. അതുപോലെ പൗൾട്രിയുടെ ഡിസീസസ് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴിക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, നമ്മൾ കോമൺ ആയിട്ട് ആനിമൽസിന് വരുന്ന അസുഖം പഠിച്ചു, അല്ലാതെ ചിക്കന് മാത്രം വരുന്ന ബാക്ടീരിയൽ ഡിസീസ് എന്താ, വൈറൽ എന്താ, അതും പേരുകൾ വരെ പറയുന്നുണ്ട്, നമ്മൾ ഏത് ഡിസീസ് പഠിക്കണം എന്നുള്ള. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനായി ഓരോ ഡിസീസിൻ്റെയും പേര്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വരുന്നതാണ്. കൂടുതലായിട്ടും മാച്ച് ദ ഫോളോയിങ് ഒക്കെ മുന്നേ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ ഡിസീസസ് എന്ന് പറയുന്നത്. ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ, പാരസൈറ്റിക് ഡിസീസസ്, അതിൽ തന്നെ ഏതെല്ലാം അസുഖങ്ങളാണെന്നുള്ള സിലബസിൽ നല്ല നോട്ട് ഡൗൺ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ അസുഖത്തെ പറ്റിയും അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ്, പിന്നെ ഈ അസുഖങ്ങളെല്ലാം നമുക്ക് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ഇതിൻ്റെ വാക്സിനേഷനുകൾ എന്നുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ ചിക്കനെ പറ്റി മാത്രമല്ല, ഡക്ക്, ടർക്കി, ക്വയൽ, ഇതെല്ലാ ബേർഡ്സിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ഡിസീസസ്, ഹസ്ബൻഡറി,
എല്ലാം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പം മിക്ക ഡിസീസസിൻ്റെയും പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആ ഡിസീസസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കണം. പിന്നെ മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ മിൽക്കിൻ്റെ നമ്മൾ എഗ്ഗ് പഠിക്കണം, അതുപോലെ മിൽക്ക് പ്രോഡക്ട്സും. ഓക്കെ, അപ്പോൾ മിൽക്കിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ, BIS സ്റ്റാൻഡേർഡുകൾ, മിൽക്ക് എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്. ഓക്കെ, മിൽക്കിനെ പറ്റി നമ്മൾ ഡയറി ഫാം ഇൻസ്പെക്ടർ പഠിച്ചവരും അതുപോലെ ഫുഡ് സേഫ്റ്റി പഠിച്ചവരും രണ്ടിലും ഡയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ അതിലെല്ലാം വന്ന ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് റെഫർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് മിൽക്ക് കമേഴ്ഷ്യലി അവൈലബിൾ, അതുപോലെ മിൽക്ക് പ്രോഡക്ട്സ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസറിലും ഉള്ളതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളും അവരുടെ ഇതുമെല്ലാം നമ്മളിപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്ന സിലബസ് പല എക്സാംസിനും വരുന്നതായിരിക്കാം, ആ സിലബസിൽ ഓരോ ഹെഡിങ്ങും. അപ്പോൾ അങ്ങനെയുള്ള എക്സാമിൽ നിന്നെല്ലാം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിക്കും. ഓക്കെ, അടുത്തതായിട്ട് ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ. ഇത് നമുക്ക് ഫുഡ് സേഫ്റ്റിയിൽ വരുന്നത് തന്നെയാണ്. മെഷേഴ്സ് ഫോർ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ, അതിൻ്റെ കണ്ടാമിനേഷൻ, മിൽക്കിൻ്റെ അഡൾട്രൻസ് മുതലായവ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എക്സ്പ്ലനേഷൻ. അതുപോലെ തന്നെ നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ മാസ്റ്റർ കി അക്കാഡമി ജാനുവരി 22 മുതൽ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ആവശ്യമായിട്ടുള്ളവർ എല്ലാവരും അഡ്മിഷന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ച് ചിട്ടയായ പഠനത്തോടെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ വെച്ച് നിരന്തരം എക്സാമുകൾ എഴുതി, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എഴുതി, മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ നടത്തി നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.